ഞാൻ 2017 എത്ര വർഷം അഭ്യസിച്ചു? ഞാനിവിടെ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ. അതിനോടൊപ്പം കോളേജ് പഠനം, സ്കൂൾ പഠനം. ഇവിടെ അയൽവാസി തന്നെയാണ് വിഷ്ണു അല്ലേ? വിഷ്ണു വളരെ നല്ല പ്രകടനമായിരുന്നു, ഗംഭീരമായിരുന്നു. നല്ല ലാസ്റ്റ് ഭാവമൊക്കെ ആ നൃത്തത്തിൻ്റെ ആ ഒരു എല്ലാ ചുവടുകളും പറഞ്ഞ് പഠിക്കുന്ന ഒരു കലാകാരിയുടെ കൂട്ട് തന്നെ അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. പഠിച്ചു കഴിഞ്ഞും അങ്ങനെ തന്നെ അഭ്യസിച്ച് കാണിക്കുന്നതായിട്ടുള്ള ആ രംഗത്ത് കാണിക്കുക. നന്നായിരുന്നു കേട്ടോ. നന്ദി. ടീച്ചറാണ്. ടീച്ചർ ഏത് സ്കൂളിൽ നിന്ന്? കുട്ടികളെവിടെ? കുട്ടികൾ വന്നിട്ടുണ്ട്. SSC ആണോ അതോ ഹയർ സെക്കൻഡറി ആണോ? SSC വിദ്യാർത്ഥി. കോളേജാണ്. കോളേജ് പിള്ളേരുടെ ഒരു പാഠ്യവിഷയം ഉണ്ടല്ലേ? ഉണ്ടല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് കളരി ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്തോ? ഇഷ്ടമായിരുന്നു? കഥകളി പഠന കളരി ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് എൻജോയ് ചെയ്തോ? ഇതിനകത്ത് എന്തായിരുന്നു വേഷങ്ങളൊന്ന് പറയാമോ? അല്ല, എന്നാലും ഒരാൾ പറയും, ആരെങ്കിലും പറയാതിരിക്കുന്നു അല്ലേ? വേഷങ്ങൾ ആരൊക്കെയായിരുന്നു പറയാമോ ഇവിടെ? കഥകളി പറയാം. പറഞ്ഞോ, എന്തോ പറഞ്ഞു? ആരാ പറയും? ഇവിടുത്തെ രംഗത്ത് അവതരിപ്പിച്ച വേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? പറഞ്ഞു. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ഒരു പാഠ്യവിഷയം ആരൊക്കെയാണ്? നർത്തകിമാരുടെ പേര് ഓർക്കുന്നുണ്ട്? രതി, വിരതി. ശരി, നെക്സ്റ്റ്. കോളേജ് പഠിക്കുകയാണ്. ഏത് കോളേജിൽ? എന്ത് നിങ്ങൾക്കൊരു വിഷയമുണ്ടല്ലോ പഠിക്കാൻ, കഥകളി. ഇവിടെ അവതരിപ്പിച്ച നൃത്തപരിപാടി കഥകളി പിന്നെ നൃത്തം ഇഷ്ടപ്പെട്ടോ? അതിൽ ആ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരൊന്നും പറയാമോ? ആ, പിന്നെ രണ്ട് നർത്തകിമാരുടെ പേര് മറന്നുപോയില്ലേ? രതി, വിരതി. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ഇവരെ നൃത്തം അഭ്യസിപ്പിക്കുകയായിരുന്നു അല്ലേ? അതിൽ നിന്ന് മനസ്സിലായത് എന്തിനാ നൃത്തം അഭ്യസിച്ചത്? അയോധ്യ രാജാവായ പേര് സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഹരിശ്ചന്ദ്രൻ. രാജാ ഹരിശ്ചന്ദ്രൻ്റെ സന്നിധിയിലേക്ക് അയക്കാൻ ലാസ്യ നൃത്തം പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെ ഹരിശ്ചന്ദ്രനെ പാട്ടിലാക്കാം, അദ്ദേഹത്തിൻ്റെ സത്യം തെറ്റിക്കാം എന്നുള്ളതായിരുന്നു വിശ്വാമിത്ര മഹർഷിയുടെ. വളരെ കൊനഷ്ടായിരുന്നു. എൻജോയ് ചെയ്തല്ലേ? ടീച്ചറാണോ? ഏത് കോളേജിൽ? കുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഉത്തരവൊക്കെ പറഞ്ഞു, വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു. അവർ എൻജോയ് ചെയ്തു. പഠിക്കാനുള്ള വിഷയം ഉള്ളതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ രംഗത്ത് അവതരിപ്പിച്ച നൃത്തം, കഥകളി വേഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ആരെങ്കിലും രണ്ടുപേരിൽ ഒരാൾ പറയും. എനിക്കറിയാം. സെൻറ് തോമസ് കോളേജിലല്ലേ? അവളുടെ പേരില്ല? സെൻറ് തോമസ് കോളേജിൽ. ഏത് ക്ലാസ്സാണ്? ഏത് ഡിഗ്രി? ഫസ്റ്റ് ഇയർ. അതിന് വിഷയം എന്താണ്? മലയാളം. അപ്പം നിങ്ങൾക്ക് പാഠ്യവിഷയമാണ് ജോലി. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏകദേശം എന്തായാലും മനസ്സിലായല്ലോ. ആരൊക്കെയാണ് പറ? കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? വേഷങ്ങൾ രംഗത്ത് അവതരിപ്പിച്ച വേഷങ്ങൾ പറയില്ല? മറ്റേ നൃത്തം അഭ്യസിപ്പിച്ച ആളാണ്. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞു. അതെ പറഞ്ഞു. വിശ്വാമിത്ര മഹർഷി. ഉറക്കെ പറ, എന്താ മടി? മറ്റ് രണ്ട് നർത്തകിമാരുടെ പേര് ഓർക്കുന്നുണ്ടോ? ഇവിടെ എഴുതി കാണിച്ചു, പറയുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ? ഇല്ല, അത്രയും മതി. രതി, വിരതി അല്ലേ? ശരിയല്ലേ? എന്തിനു വേണ്ടിയാണ് നൃത്തം അഭ്യസിപ്പിച്ച് വിടുന്നത്? എന്തിനാണ് അദ്ദേഹം പറഞ്ഞു വിടുന്ന? ആരുടെ അടുത്തേക്കാ? അല്ല, അത് കഥകളി അല്ല പഠിപ്പിച്ചത്, നൃത്തം പഠിപ്പിക്കുകയായിരുന്നു. കഥകളി രൂപത്തിൽ അതിവിടെ അവതരിപ്പിച്ച രംഗത്ത് നൃത്തം പഠിപ്പിച്ചത് ലാസ്യ നൃത്തമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു?
നമസ്തേ സാർ. നമസ്കാരം സാർ. സാറൊക്കെ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞു തന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സാറ് ഏത് സർവകലാശാല, ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? യൂണിവേഴ്സിറ്റി ഷിക്കാഗോയിലായിരുന്നു ഒരുപാട്. അവിടെ സാറിൻ്റെ വിഷയം, സബ്ജക്ട്? ഞാൻ ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി ഒക്കെയാണ്. അതെ. അതെയോ? സാറ് നല്ലൊരു ആസ്വാദകനായിരുന്നു. എന്ന് വേണം പറയാനാണ്. അതെ, നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ. ഞങ്ങൾക്കൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു. നന്ദി സാർ. ഇദ്ദേഹം ഡോക്ടർ എതിരൻ കതിരവൻ. ഇദ്ദേഹം US പ്രശസ്തമായ ട്രിനിറ്റി കോളേജിലെ ജെനറ്റിക്സ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. ഇന്നത്തെ അന്താരാഷ്ട്ര സെമിനാറിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെമിനാർ സങ്കല്പം വിശദീകരണം നടത്തി. വളരെ വിശദമായ മൂല്യമായ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, വിശദീകരണമായിരുന്നു. എന്തായാലും അത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെട്ടു തീർച്ചയായിട്ടും. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ്, സെൻറ്റ് തോമസ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കളരിയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ദിവസവും ഇവിടെ പഠനക്കളരി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷനും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അടുത്ത പരിപാടി കാണുവാനായിട്ട് ഉച്ചതിരിഞ്ഞുകൊണ്ട്, ഇതിപ്പോൾ രാവിലത്തെ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അകത്ത് എക്സിബിഷനുണ്ട്. ആടയാഭരണങ്ങൾ, കഥകളിയിൽ ഉപയോഗിക്കുന്ന ആടയാഭരണങ്ങൾ വിശദമായിട്ട് നമുക്കത് പരിശോധിക്കാം. ഒപ്പം ഇവിടെ രംഗത്ത് അവതരിപ്പിച്ച ജതി എന്ന നർത്തകിയെ അവതരിപ്പിച്ച കലാമണ്ഡലം പരിചയപ്പെടുകയും ചെയ്യാം. കഥകളി ഇതല്ലേ? അത് പിന്നീടുള്ള മുകളിലോട്ട്. മുകളിലോട്ട്. ഇത് നമ്മുടെ ഏറ്റവും താഴെയുള്ള കാലിൻ്റെ അതെ തണ്ടപ്പറപ്പെന്ന് ഈ കാല് നമ്മൾ സാധാരണ കാലിൽ വേറെ ഒന്നും അണിയാറില്ല. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ചെരുപ്പിടുന്ന പോലെ ഒരു കാര്യങ്ങളും അവിടെ ഇല്ലല്ലോ. ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു പിന്നെ വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ, വൃത്തം. ഇത് എവിടെ വരുന്ന? ഇത് കയ്യിൽ കെട്ടുന്ന. ഇത് ഹസ്താടകം ഇവിടെ ഈ ഭാഗത്തായിട്ട് കിട്ടുന്നത്. അതിനുശേഷം വളയിട്ടാണ് ഇത് കിട്ടുന്നത്. വളയിട്ടതിന് ശേഷം അത് കെട്ടി തോളിൽ തോൾപുട്ട്. ഇത് പറ്റിക്കാൻ വേണ്ടി ഇതിന് താഴെയായിട്ട് വരുന്നതാണ് അതിൻ്റെ തോൾഭാഗത്ത്. ഇത് കൊല്ലാരം, നെഞ്ചിന് കിട്ടുന്ന കൊല്ലാരം, പുരുഷവേഷത്തിനുള്ള ഇതിലാണ്. ഇനി അത് തന്നെ സ്ത്രീവേഷത്തിനുള്ള മുലക്കൊല്ലാരം. പിന്നെ അതിന് മേളിൽ കഴുത്താരം. പിന്നെ ഇത് തോട കിരീടം വെച്ചതിന് ശേഷം, കിരീടം വെക്കുന്നതിന് മുന്നേ തന്നെ ഇത് വെക്കുന്നുണ്ട്. അതിനുശേഷം കിരീടം വെച്ചതിന് ശേഷം തോട, ചുറ്റിത്തുണി. ഇത്രയൊക്കെയാണ് പ്രധാനം. ഇത് എന്താ ചന്തിമെത്തയാണ്. കച്ച കെട്ടിയിട്ട് കെട്ടുന്നതിന് മുന്നേ വലിപ്പം ഇത് മാത്രം നമുക്ക് ആക്കാമോ? ഈ സൈഡ് ഒടിയാതിരിക്കാൻ. ഇത് കച്ചമണി തണ്ടപ്പുറത്ത്. അതെ, ഇത് ഫസ്റ്റ് കിട്ടുന്നത്. അത് പറഞ്ഞേ. അങ്ങനെയൊക്കെ അത് കിരീടം, പല കിരീടം അല്ലേ. ഇത് നമുക്ക് കൃഷ്ണൻ്റെ എല്ലാം തടിയാണ്, തടിയിലുണ്ടാക്കിയാണ്. ഇത് കൃഷ്ണൻ്റെ കിരീട മുടി ഭാഗം. അതാണ് മയിൽപ്പീലി. അതിലൊരു പുലി എന്താണ് കാണുന്നത്? അടയാളം പുലി, പുലിവാല്. ഈ അടയാളം എന്താണ്? പുലിവാല്. അത് സർപ്പത്തിൻ്റെ. നാരദ മഹർഷിക്കുള്ള കിരീടം അല്ലേ ഈ കാണുന്നത്? നാരദ മഹർഷി അണിയുന്ന കിരീടമാണ്. ശിവനും ലാസ്റ്റ് ശിവന് വേണ്ടിയിട്ട് അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നാരദ മഹർഷിക്ക് അണിയാനാണ് ഈ കിരീടം. ഇത് പച്ചവേഷത്തിൽ അർജുനൻ, ഭീമൻ. അത് അടിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്
ഈ കലാമണ്ഡലത്തിലാണോ അഭ്യസിച്ചത് മോൻ? എന്തോ വിഷ്ണു അല്ലേ? കലാമണ്ഡലം വിഷ്ണു. വിഷ്ണു ആ കലാമണ്ഡലത്തിലായിരുന്നു. ഏത് വർഷമായിരുന്നു? ഞാൻ 16, 17 2017-16 എത്ര വർഷം അഭ്യസിച്ചു? ഞാനവിടെ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി ഫൈനൽ വരെ അതിനോടൊപ്പം കോളേജ് പഠനം, സ്കൂൾ പഠനം എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏത് നിലയിലാണ്, എങ്ങനെയാണ്? ഇപ്പം ഞാൻ തിരുവനന്തപുരം മാർജി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് പോവുക, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ. എവിടെ സ്ഥലം, വീട്? എൻ്റെ ഇവിടെ അരൂര് തന്നെയാണ്. അരൂർ എവിടെ? എൻ്റെ ഇവിടെ പുത്തേഴം. ആഹാ, കഞ്ഞിറ്റീര. ഓ, അപ്പോൾ നമ്മുടെ അയൽവാസി തന്നെയാണ് വിഷ്ണു അല്ലേ? വിഷ്ണു വളരെ നല്ല പ്രകടനമായിരുന്നു, ഗംഭീരമായിരുന്നു. നല്ല ലാസ്യ ഭാവമൊക്കെ ആ നൃത്തത്തിൻ്റെ ആ ഒരു എല്ലാ ചുവടുകളും പറഞ്ഞ് പഠിക്കുന്ന ഒരു കലാകാരിയുടെ കൂട്ട് തന്നെ അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. പഠിച്ചു കഴിഞ്ഞും അങ്ങനെ തന്നെ അഭ്യസിച്ച് കാണിക്കുന്നതായിട്ടുള്ള ആ രംഗത്ത് കാണിക്കുക നന്നായിരുന്നു കേട്ടോ. നന്ദി. ഇത് കലാമണ്ഡലം വിഷ്ണുമോൻ അദ്ദേഹം രതി എന്ന നർത്തകിയുടെ ഭാവം വേഷം നല്ലതായിട്ട് പകർന്നു കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ ശ്രീരാമനായി ഇത് കാണാം അദ്ദേഹത്തെ വേഷത്തിൽ.